നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് വരുന്ന സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ടെടുക്കുക. അതൊന്ന് മൂപ്പായി വരുമ്പോൾ നമ്മളൊരു 2 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അതിലിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളൊരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചിക്കൻ, ഇതൊരു കുറച്ച് ചിക്കൻ ആട്ടോ, നമ്മളൊരു കുറച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്താണ് ഇതാക്കി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കളറും എരിവൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊരു മൂടി വെച്ചിട്ട് 4 വിസിലടുപ്പിക്കുക. അതിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലാക്കി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെന്ത ചിക്കനിലേക്ക് ഈ തേങ്ങാപ്പാൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കേണ്ടത്. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ തന്നെ നല്ല ചിക്കൻ കറി കിട്ടും.